നമ്മൾ ഇന്ന് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയലിൽ നിന്ന് ഈ മെറ്റീരിയലിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നിന്ന് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തു കണ്ടോ, നമ്മൾ മാർക്കൊക്കെ ചെയ്ത് കട്ട് ചെയ്തെടുത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മെറ്റീരിയലിനെ നേരെ ഇങ്ങോട്ട് തിരിക്കണം. ഇങ്ങോട്ട് തിരിക്കണം, നേരെ ഫ്രണ്ടിലേക്ക് തിരിച്ചിടാം. കണ്ടോ, നമ്മൾ കട്ട് ചെയ്ത ഭാഗം കണ്ടോ, ഇതിൻ്റെ ഓപ്പൺ സൈഡ് ഇങ്ങനെ വരും. ഇങ്ങനെ തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് ഈ സൈഡിൽ ഒരു 1/2 ഇഞ്ചിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. വരെ കുറച്ചങ്ങോട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. കണ്ടോ, ലൈൻ വരച്ചേക്കണുണ്ടോ? കണ്ടോ. എന്നിട്ട് നമ്മുടെ ബാക്ക് പാർട്ട് എടുക്കുക. നമ്മൾ വെട്ടി വെച്ചേക്കണ ബാക്ക് പാർട്ട് എടുക്കുക. നേരെ ഇവിടെ ഈ വരച്ചിരിക്കുന്ന വരയിൽ നിന്നും ഈ വരച്ചിരിക്കുന്ന വര കണ്ടോ, ഈ സൈഡിൽ ഈ വര ഇതിൻ്റെ നേരെ ഇപ്പുറത്ത് വെച്ച് കൊടുക്കണം. അതിൻ്റെ ഒപ്പം ആ വരയുമ്പോൾ കൂടെ തന്നെ വെച്ച് കൊടുക്കണം. വരയുടെ തയ്യൽ തുമ്പാണ് കണ്ടോ, കറക്റ്റ് പോയിന്റിൽ ആ വരയെല്ലാം കൂടെ വെച്ച് കൊടുക്കാം. വച്ച് കൊടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റാഹിന മാമിൻ്റെ ബ്ലൗസ് ഷോൾഡർ അടിക്കുമ്പോൾ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ഇടാൻ മറക്കരുത്. നെക്ക് കുറവായതുകൊണ്ട് ഷോൾഡർ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ നേരെ ഷോൾഡറിൻ്റെ ഇവിടെ ഒരു വരച്ചു കൊടുക്കുക. വരയ്ക്കുക, കണ്ടില്ലേ? എന്നിട്ട് ഷോൾഡറിൻ്റെ ഇവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ ഈ കൈക്കുഴിയുടെ ഇതിലേ ഒരുപോലെ എങ്ങനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ബാക്ക് പാർട്ട് വെച്ചിരിക്കുന്ന ആം ഹോളിൻ്റെ അതുപോലെ തന്നെ ഒപ്പത്തിന് തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡറിൻ്റെ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ നെക്ക് പോവുക. മനസ്സിലായോ? കണ്ടോ, എന്താ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ഞാൻ നമ്മുടെ മെറ്റീരിയലിനെ നേരെ തിരിച്ചിട്ടു. ഈ സൈഡാണ് ഓപ്പൺ. ഇവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ നേരെ എത്തവരെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. ആ ലൈനിന്മേ കൂടെ നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ ഈ സൈഡല്ലേ, നെക്കിൻ്റെ ഭാഗമുള്ള സൈഡ് അത് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തു, ഷോൾഡർ മാർക്ക് ചെയ്തു, കൈക്കുഴി മാർക്ക് ചെയ്തു. കൈക്കുഴി ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഈ ബാക്കിനെ എടുത്ത് മാറ്റാം. എന്നിട്ട് നമ്മുടെ ഷോൾഡറിനെ വരയ്ക്കുക. ഷോൾഡർ വരയ്ക്കുക, തയ്യൽ തുമ്പും വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇതിനൊരു സ്ക്വയറാക്കി എടുക്കുക. ഈ ലൈൻ കണ്ടോ, ഈ ലൈൻ അവിടെ വെച്ച് കൊടുക്കുക സ്കെയിൽ. എന്നിട്ട് സ്ക്വയറാക്കി എടുത്തു. കണ്ടോ? എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ ഈ പോയിന്റ് കണ്ടോ, ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക ഇപ്പുറത്ത്. എന്നിട്ട് ഈ ലൈൻ ഉണ്ടല്ലോ,
ഷോൾഡറിൻ്റെ ഈ ലൈനിൽ നിന്ന് ഇതിങ്ങനെ ചെരിച്ച് ഈ ലൈനിലേക്ക് ഒരു വര കൊടുക്കുക, ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. കണ്ടോ? സെൻറ്റർ കണ്ടുപിടിക്കുക. നമ്മുടെ റിഗാർഡ് സ്കെയിൽ എടുക്കുക. എന്നിട്ട് ഈ ലൈനിൻ്റെ സെൻറ്റർ ഇതിങ്ങനെ ചെരിച്ച് വയ്ക്കുക. കണ്ടോ? ഇവിടെ ഇങ്ങനെ ചെരിച്ച് വയ്ക്കുക. ഉണ്ടോ? ഇവിടെ ഇത് ഇത്രയും 1/4 ഇഞ്ച് ചെരിച്ച് കൊടുക്കുക. ഈ രണ്ടാമത്തെ ലൈൻ്റെയാണ് ഞാൻ പറയുന്നത്. ഈ ചെരിച്ച് വെച്ചിരിക്കുന്ന ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ 1/2 ഇഞ്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെരിച്ച് വരച്ചിട്ടില്ലേ രണ്ടാമത്, അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ആം ഹോൾ കുഴിച്ച് വെട്ടുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഈ പോയിന്റിൽ നിന്ന്, ഈ ഷോൾഡറിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച്, ഈ പോയിന്റിൽ നിന്ന് ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്കെയിൽ വെച്ചിട്ട് വരച്ചു. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചു. റിഗാർഡ് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഈ സെൻറ്റർ കൂടെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടുക എന്ന് പറയൂലേ, അതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഷോൾഡറിൻ്റെ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ബ്രസ്റ്റിൻ്റെ ടക്ക് പോയിൻ്റ് ഉണ്ടല്ലേ, ഒരു 10 ഇഞ്ച്, ഒരു 10 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഒരുപാട് ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ 11 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇപ്പം നമ്മളിവിടെ 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഈ 10 ഇഞ്ചിൽ മാർക്ക് ചെയ്ത മാർക്കിൽ നിന്ന് കണ്ടോ? 10 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കണ്ടോ? നേരെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. നേരെ ഒരു ലൈൻ വരച്ചു. കണ്ടില്ലേ? ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്ത് വേണം? ഒരു 3 ഇഞ്ച് ഇറക്കി ഒരു മാർക്ക് കൊടുക്കുക. നോർമൽ എല്ലാവരും 3 ഇഞ്ച് ഇറക്കി മാർക്ക് കൊടുക്കുക. ഇച്ചിരി ഹൈറ്റൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ 3.5 ഇഞ്ച് മാർക്കും കൊടുക്കുക. ഞാനിവിടെ ഒരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് മാഡത്തിൻ്റെ അളവാണ്. 3.25 ഇഞ്ച് മാർക്ക് കൊടുത്തു. വീണ്ടും ഇവിടെ ഒരു ലൈൻ കൊടുത്തു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, ഇവിടെ നിന്ന് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് നേരെ 10 ഇഞ്ചിലേക്ക് ഇറക്കി ഒരു മാർക്ക് കൊടുത്തിട്ട് ഒരു ലൈൻ വരച്ചു. അവിടെ നിന്നും വീണ്ടും ഒരു 3.25 ഇഞ്ച് ഇറക്കിയിട്ട് ഇവിടെയും ഒരു വര വരച്ചു. മനസ്സിലായോ? ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ബ്രസ്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കാം. റഹ്നമാവിന് വന്നിരിക്കുന്നത് 42 ബ്രസ്റ്റിൻ്റെ അളവ് വന്നിരിക്കുന്നത്. അതിനെ ഈ 42-നെ 4 ഭാഗമാക്കുക. 21 10.5. നമുക്കിവിടെ 10.5 കിട്ടും അല്ലേ? നമ്മൾ ഒരിക്കലും ഈ 10.5-നെ ഇവിടെ കൊണ്ട് ഈ സെൻറ്ററിൽ ഇവിടെ കൊണ്ടൊന്ന് മാർക്ക് ചെയ്യാൻ പാടില്ല. നമ്മളപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കണം. ബാക്ക് പാർട്ട് എടുത്ത് വെച്ചിട്ട് ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഈ 10 ഇഞ്ചിലേക്കൊരു മാർക്ക്, വെറുതെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ പിടിക്കും, ഇവിടെ എത്ര കിട്ടുന്നുണ്ടെന്ന്. 10 ഇഞ്ചാണ് ഇവിടെ കിട്ടുന്നത് ഈ വണ്ണം. അപ്പോൾ നമുക്ക് എത്ര വേണമെന്നാണ് ഞാൻ പറഞ്ഞത്? നേരത്തെ ബ്രസ്റ്റിൻ്റെ അളവ് എടുത്തപ്പോൾ നമുക്ക് 10.5 വേണമെന്ന് പറഞ്ഞു അല്ലേ? ഇപ്പോൾ ഇവിടെ നമുക്ക് 10 ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇവിടെ ബാലൻസ് വരുന്ന ഈ 1/2 ഇഞ്ചില്ലേ, അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. 10.5-യുടെ കൂടെ 11.5 ഇഞ്ചിൽ നമ്മളിവിടെ ഫ്രണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. 11.5 ഇഞ്ചിൽ നമ്മളിവിടെ ഫ്രണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട്
ഇല്ല